ഹായ് ഗായ്സ്, തൊഴിൽ മീഡിയയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. എന്ന് പറയാൻ നമ്മളുടെ മൊബൈലുകളിലും നമ്മളെ ആപ്പുകളിലും നമ്മളൊക്കെ ഗാഡ്ജറ്റ്സിലൊക്കെ നിരവധി ആപ്പുകൾ, യൂസർ ആപ്പുകൾ എന്ന് പറഞ്ഞിട്ട് നിരവധി കോണ്ടന്റ് പരമായിട്ട് യൂട്യൂബിൽ വരുന്ന കുറേ കാര്യങ്ങൾ. ഞാനിത് എടുത്ത് എന്ന് പറഞ്ഞത് അതായത് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പുകളെ യൂസ്ലെസ് എന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിൽ കൊണ്ടു. അപ്പോൾ നമ്മളൊരു യൂട്യൂബറാണ്, നമ്മളൊരു റിവ്യൂസറാണ്, ഒരു കോണ്ടന്റ് ക്രിയേഷൻസാണ്. അപ്പോൾ അങ്ങനെ യൂസ്ലെസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലൊന്നും തട്ടി. അപ്പോൾ അതൊരു കണ്ടന്റ് ആക്കണം എനിക്ക്. കാരണം യൂസ്ലെസ് ആവണമെങ്കിൽ അവർ ആ പേര് വിളിച്ചതിന് അവരും ഒരു യൂസ്ലെസ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ജൂലൈ 2, 2026 ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് എൻ്റെ മനസ്സിലാക്കി. അത് ഇതിൽ MRA Boss Z3 എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഈ പറഞ്ഞ സീക്കോ ആപ്പ് ഉപയോഗിച്ച് കിട്ടിയ പണി എന്നാണ് പറയുന്നത്. അതായത് തലവേദന, 8ൻ്റെ പണി എന്നൊക്കെ പറയും. പല ആപ്പുകളുണ്ട് നമ്മളെ കോടീശ്വരനാക്കാൻ, പണം ചെയ്ത് യൂസ്ലെസ് ആകുന്ന നമ്മളെപ്പോലുള്ള ഹ്യൂമൻസ്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ആപ്പ് മുമ്പ് ചെയ്തിരുന്നു. OTP വഴി പണം തട്ടിപ്പ് നടത്തുന്ന നിരവധി ആപ്പുകൾ ഈ രാജ്യത്തുണ്ട്. അതും ഒരു ശൃംഖലയാണ്. പക്ഷേ അതിലൂടെയും പലപ്പോഴും പണം തട്ടിപ്പ് എന്ന് പറയുന്ന ശൃംഖലയുടെ ഭാഗമാണ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത്. ഇത് ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ കണ്ട ഒരു പുതിയതായ അപ്ഡേറ്റ്. ഇത് ഒരു ബിഫോർ നമുക്ക് യൂസിങ് ആപ്പ് ഈസ് പർച്ചേസിങ് സബ്സ്ക്രിപ്ഷനാണ്. അവിടെയും സബ്സ്ക്രിപ്ഷൻ അല്ലാതെ മറ്റൊന്നും, വരുമാന നേട്ടത്തിനല്ലാതെ ജനങ്ങൾക്ക് നേട്ടത്തിനാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ആപ്പിൽ പറഞ്ഞ സംഭവം, ഈ ആപ്പുമായി ബന്ധപ്പെട്ട് സീക്കോ ആപ്പ് ഇൻസ്റ്റാഗ്രാം ഒരു യൂസ്ലെസ് ആണ് എന്ന് പറയുമ്പോൾ അതിലൂടെ നിരവധി കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം നിലനിൽപ്പുണ്ട് എന്നതിന് ഒരടിത്തറയാണ്. അപ്പോൾ മറ്റുള്ള ആപ്പുകളെ, ജീവിച്ചിരിക്കുന്ന ആപ്പുകളെ, അതിൽ നിലപാടുണ്ടായ ആപ്പുകളെ ഇല്ലാതായിട്ടുണ്ടാവാം. നെഗറ്റീവും പോസിറ്റീവും ഏതൊരു ബിസിനസ് മേഖലയിലുണ്ടാവും. അതുപോലെ തന്നെയാണ് ആപ്പുകളുടെ കാര്യം. ഇവിടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന പണം ഇല്ലാതാവുക എന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. കാരണം ആപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരടി മറന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കും ഒരുപാട് OTP വിഷയത്തിൽ പണം നഷ്ടപ്പെട്ടവരാണ്. നമ്മൾ നിരവധി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് നേട്ടമെന്ന് പറഞ്ഞ് നമ്മളെ അത് വിശ്വസിപ്പിച്ചെടുക്കുന്ന ഇവരുടെ മെത്തേഡിനെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കത് ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ പണി എന്തൊക്കെയാണ് ഈ പറഞ്ഞ യൂട്യൂബ് പറയുന്നത് നമുക്ക് കാണാം. MR Boss 23 എന്ന് പറയുന്ന ചാനൽ 4 days ആയിട്ടുള്ളൂ ഈ വിവരം ലോകത്തിലറിഞ്ഞിട്ട്. സ്വാഗതം. അപ്പോൾ നമ്മൾ സിഗോ എന്നൊരു ലേണിംഗ് ആപ്പിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ്. നമ്മൾ മുന്നേ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഉറപ്പായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു വ്യക്തി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിട്ട് അവർക്കുണ്ടായ ഒരു പ്രശ്നം പറഞ്ഞു. ആ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഇന്നും നാളെ മറ്റൊക്കെ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു 8ൻ്റെ പണി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് സംഭവം എന്നൊക്കെ പ്രശ്നം, എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി
അറിയാൻ ഈ വീഡിയോ അവസരം കാണാൻ ശ്രമിക്കാം. കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും മാസങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ് എന്ന രീതിയിലാണ് ഇവർ പ്രൊമോഷൻ നടത്തുന്നത്. അത്തരത്തിലുള്ള പ്രൊമോഷൻ കണ്ടിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് ₹1 ഇവർ റീചാർജ് ചെയ്യും. ഒരു രൂപ പറഞ്ഞ ട്രയലാണ്. അതൊരു 3 ദിവസത്തേക്കാണ് അതിൻ്റെ കാലാവധി കിട്ടുള്ളൂ. അപ്പോൾ അവർ ആ ഒരു 3 ദിവസം വേണ്ടിയിട്ട് അപ്പോൾ ഒരു ദിവസം അവർ ഈ ₹1 റീചാർജ് ചെയ്ത് നേരെ ആപ്ലിക്കേഷനിൽ കയറി ഇൻ്റർഫേസിൽ കുറേ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇവർ കണ്ട ഈ ടോപ്പിക്, അതായത് മാസം ഇത്ര രൂപ ഉണ്ടാക്കാൻ പറഞ്ഞൊരു കണ്ട ടോപ്പിക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ടൈമിൽ എവിടെയും കാണാൻ പറ്റുന്നു. അവിടെ ഉള്ളത് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ എങ്ങനെ സബ്സ്ക്രൈബേഴ്സും ലൈക്കും കൂട്ടാം, അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഫോളോവേഴ്സും ലൈക്കും വ്യൂസൊക്കെ കൂട്ടാം എന്നുള്ള എൻ്റെ സ്ട്രാറ്റജി മാത്രമാണ് ആ ഒരു ടാബിൽ കാണാൻ പറ്റുന്നുള്ളൂ എന്നാണ് അവരടുത്ത് പറഞ്ഞത്. അവസാനം അവർ ഇഷ്ടപ്പെടാതെ അവർ ഡിലീറ്റ് ആക്കി. ഉപയോഗിച്ച കണ്ടന്റ് തന്നെയാണ് ദിവസം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരപ്പൊന്നും ചിന്തിച്ചില്ല. അത് കളഞ്ഞതിന് ശേഷം പിറ്റേ മാസം ഇതേപോലെ ടൈം ആയപ്പോൾ ഓട്ടോപേ ആയിട്ട് പോയി. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു എമൗണ്ട് പോയത്. അവർ ബാങ്കുകാരെ വിളിച്ച് ചോദിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു ലേണിംഗ് ആപ്പ്, അതായത് സിഹോ എന്നൊരു ലേണിംഗ് ആപ്പിൽ നിന്നാണ് ഈ ഒരു എമൗണ്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ബാങ്കുകാരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വീഡിയോ കാണുന്നത്. എൻ്റെ വീഡിയോയിൽ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അത് കണ്ട് അവർ ഓട്ടോപേ ക്യാൻസൽ ചെയ്തിട്ട് കസ്റ്റമർ സപ്പോർട്ടിനോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ 7 ദിവസത്തിനുള്ളിൽ പോയ പൈസ തിരിച്ചു തരും എന്ന്. 400 രൂപ പോയതല്ല, 400 അത് പിടിച്ചെടുക്കാനുള്ള അവരുടെ ആക്രാന്തത്തെയാണ് ഞാൻ. ഓട്ടോപേയിട്ട് പൈസ പോയി കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂറിൽ 48 മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്താണ് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. രൂപ കൊണ്ട് 400 ഒരു മാസം സമയം. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്തായാലും കിട്ടില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ട് പിടിച്ചാൽ ഒരു അക്കൗണ്ടിൽ കയറി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട വീഡിയോൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ എവിടെയും അടിച്ചു പൊളിക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ പുതിയതായിട്ട് സ്ട്രാറ്റജി വല്ലതും കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ പണം ഉണ്ടാകാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഓട്ടോപേയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ വേണ്ട ആവശ്യമില്ലാണ്ട് ഡിലീറ്റ് ആക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ ഗൂഗിൾ പേ പോയിട്ടോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പോയിട്ടോ നിങ്ങൾ ഈ ഒരു ഓട്ടോപേ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പൈസ മാസം ആകുമ്പോഴും പൈസ ഓട്ടോപേ കൊണ്ട് ഭയങ്കര തലവേദനയാണ് എല്ലാ ആപ്ലിക്കേഷനും. അങ്ങനെ വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ ഓട്ടോപേ കൊണ്ട്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തോട്ട് കാണാം. അതൊക്കെ ചെയ്യാം. പക്ഷേ സബ്സ്ക്രൈബും ലൈക്കും കിട്ടാൻ വേണ്ടിയും ബെനിഫിറ്റിന് വേണ്ടിയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരം തന്നെയാണ്. ഇത്തരത്തിലുള്ള ആപ്പ്, യൂസ്ലെസ് ആയ ആപ്പുകൾ ഉണ്ട് എന്ന് പറയുന്നവർ തന്നെ യൂസ്ലെസ് ആകുന്നു എന്നത് ഒരു വലിയൊരു കാര്യമാണ്. അവർ എയറിലാകുന്ന ഒരവസ്ഥ. ഈ പണം നഷ്ടപ്പെട്ടത് അവർ തിരിച്ചു തരാനൊന്നും പോകുന്നില്ല. അവർ പണം എടുക്കണമെങ്കിൽ അത് തിരിച്ചു തരാനുള്ള ഉദ്ദേശത്തിലല്ല എന്നത് ഏതൊരു വ്യക്തിക്കും. പണം എടുത്തവന്, പണം നഷ്ടപ്പെട്ടവന്, അവനത് കിട്ടാൻ വേണ്ടിയാണ് ആ പണം ചോദിച്ചിരിക്കുന്നതെന്നത് കോമൺ സെൻസ് നമുക്കുണ്ട്. അപ്പം എനിക്കും അത് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ആപ്പുകളെ എല്ലാ ആപ്പുകളെയും നമ്മൾ കുറ്റം പറയുന്നില്ല. ചില വിദ്യാ ആപ്പുകൾ എന്ന് പറയുന്ന സ്മോൾ ബിസിനസ് ചെയ്യുന്ന വിദ്യാ ആപ്പ്, അതിലൊക്കെ നമുക്ക് ഒരിത്തിരി പൈസ നഷ്ടപ്പെടാനുണ്ട്. പക്ഷേ അതിൽ വിദ്യാ ആപ്പ് എന്ന് പറഞ്ഞ ചെറിയ സ്മോൾ സ്ട്രീറ്റ് ലൈറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന, ഒരുപാട് കോണ്ടന്റ് ചെയ്യുന്ന, നല്ല വിദ്യകൾ പറഞ്ഞു തരുന്ന, അപ്ഡേറ്റഡ് ആയ ഐഡിയാസ് പറഞ്ഞിരുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. അവരൊക്കെ ഒരിക്കലും യൂസ്ലെസ്സോ ഒരു യൂസിങ് ആപ്പുകളോ കൂടിയാണ് യൂസേഴ്സ്. അപ്പോൾ ഇതുപോലെ ജനങ്ങളെ കബളിപ്പിച്ച് വിശ്വസിപ്പിക്കുന്ന ഒരുപാട് കോണ്ടന്റ് ക്രിയേഷൻസ് ഉണ്ട് ഈ രാജ്യത്ത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, മനുഷ്യനെ വിശ്വസിക്കുന്ന പ്രശ്നമാണ് ഈ ബിസിനസ് ഉഡായിപ്പുകളുണ്ട്. ചിന്തകളെ മാറ്റിമറിക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരുടെയൊക്കെ അവസ്ഥയിലേക്കാണ്. അതായത് പലർക്കും ജോലി ചെയ്യാൻ കഴിയാതെയാണ് ഇത്തരത്തിലുള്ള ആപ്പുകളെ ബിസിനസ്സിലൂടെ ഇങ്ങനെ വളരാമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്തവരുണ്ട്,
അവർക്കൊക്കെ ഇത് വലിയൊരു തലവേദനയാണ്. അവർ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ പണി കിട്ടുന്ന അവസ്ഥകളും ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ സീക്കോ ആപ്പ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം യൂസ്ലെസ്, ഫേസ്ബുക്ക് യൂസ്ലെസ്, യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻസിന് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നത് ഇവർ വ്യക്തമാക്കുന്നത്. വീഡിയോ ആണ് ഈ യൂട്യൂബർ നമുക്ക് പറഞ്ഞു തരാം. എനിക്കത് അങ്ങനെ യൂസ്ലെസ് ആവണമെങ്കിൽ എത്ര യൂസ്ലെസ് നമ്മളായിരിക്കും. നമുക്കൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡികളില്ലേ, നമ്മളൊക്കെ യൂസ്ലെസ് ആണ്. നിങ്ങളല്ലേ യൂസ്ലെസ്? നിങ്ങളല്ലേ ജനങ്ങളെ പറ്റിക്കുന്നത്? ജനങ്ങളുടെ പണം അടിച്ചു മാറ്റുന്നത് നിങ്ങളെപ്പോലുള്ള ആപ്പ്, നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നിങ്ങളെയൊക്കെ ഭ്രമം പൂത്ത് ജനങ്ങളുടെ കൈ അവിടെ വലിയ ടച്ച് ചെയ്തു. അത് പല ആപ്പുകളും ഇന്നും ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ആപ്പുകളാണെന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പണം ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പണം അടക്കേണ്ട അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ പണം കൊടുത്ത ബന്ധങ്ങളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പണം ബന്ധം കൂടാനുള്ളൊരു വഴിയല്ല. അത്തരത്തിലുള്ള ബിസിനസ്സിനൊന്നും ഇന്നത്തെ കൾച്ചേഴ്സ് പീപ്പിൾ ചെയ്യുന്നതാണ്. ബോധമുള്ള ഒരാളും പണം കൊടുത്ത് ഒരാളെ ഫ്രണ്ട്സ് ആക്കില്ല. അതുപോലെ തന്നെ ഒരു സീക്കോ ആപ്പ് പണം കൊടുത്ത് വാങ്ങിയിട്ട് ₹1 കൊണ്ട് 400 രൂപയാണ് അയാൾക്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആകുന്നത്. അപ്പോൾ അയാൾ എത്ര വേദനിക്കും? അയാളുടെ പണം അയാൾ എങ്ങനെയായിരിക്കും സംഘടിപ്പിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അതൊന്നും മനസ്സിലാക്കാത്ത ദുരൂഹതയിലൂടെ കടക്കാനുള്ള, അയാളുടെ ജീവിതം നാശമായി ഇയാൾ പച്ച പിടിക്കണമെന്നുള്ള കൗശലക്കാരൻ്റെ ബുദ്ധിയാണിത്. ഇതൊക്കെ തന്നെയാണ് സ്ട്രാറ്റജി. ഇതൊരു തട്ടിപ്പ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് മനുഷ്യനെ ശൃംഖലയിൽ കൂട്ടിപ്പിടിച്ച് ഒതുക്കിയിടാനുള്ള ഒരു ഗൂഢതന്ത്രം. ആ തന്ത്രത്തിൽ വീഴുന്ന മനുഷ്യരാണ് ഹ്യൂമൻസ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ ബോധേഡാക്കണം, നിങ്ങളെ സേവ് ചെയ്യണം. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ സേവ് ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും മനുഷ്യരായാലും കുടുംബത്തിലായാലും കുടുംബത്തിലുള്ളവരായാലും പുറത്തുനിന്ന് വരുന്നവരായാലും എല്ലാവരും നിങ്ങളെ സേവ് ചെയ്യും. കാരണം ഇതുപോലെയുള്ള ഒരുപാട് കണ്ടൻസ് തട്ടിപ്പ് മേഖലകളിൽ നടക്കും. അപ്പോൾ കണ്ടൻറ്റിൻ്റെ നമ്മൾ കുറ്റം പറയില്ല, കണ്ടൻറ്റ് പരമായിട്ട് തട്ടിപ്പുകൾ നടക്കും. യൂട്യൂബ് വഴി ഇറക്കുന്നു, ഷോർട്സ് വഴി ഇറക്കുന്നു. ഇതൊക്കെ കണ്ട് കണ്ണിൽ ഭ്രമം കൂടി നമ്മളവരെ വിശ്വസിച്ച് പോകുന്നു എന്ന പരസ്യം. ഇതുപോലുള്ള സീക്കോ ആപ്പ്, ഇതുപോലെയുള്ള നിലവിൽ തട്ടിപ്പ് നടത്തുന്ന ആപ്പ്, പണം ചൂഷണം ചെയ്യുന്ന ആപ്പ്, അവരെ സർക്കാർ പിടികൂടണം. കാരണം എല്ലാം പ്രിയദർശിനി പോലെയുള്ള സംഘം തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകളെ നിരോധിക്കും. കാരണം ഇതൊക്കെ വഞ്ചനയാണ്. വിദ്യാ ആപ്പുകളും ഒക്കെ നല്ല ആക്റ്റീവഡായ നല്ല ഐഡിയാസ് തരുന്ന ഐഡിയാസ് ചെറിയ തോതിൽ ബിസിനസ് ചെയ്യാൻ. അപ്പോൾ അതുപോലെയുള്ള നല്ല ഒരു കൾച്ചർസുള്ള കണ്ടന്റ് ഇടുന്ന ആപ്പുകളാണ്, നല്ല ഗുണമേന്മയുള്ള ആപ്പുകളായിരിക്കും. അല്ലാതെ തട്ടിപ്പ് കാണിക്കാനുള്ള ആപ്പുകളായിരിക്കും. മനുഷ്യനെ ദുരുപയോഗം ചെയ്യുന്ന, പണം കൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന, ഒരു മിസ്ലീഡിങ്സ് നടത്തുന്നു. വെറും 10 രൂപക്ക് പോലും, ₹1 കൊടുത്താണ് അവർ ഒരു 10 രൂപക്ക് പോലും ഗുണം ചെയ്യാത്ത മിനിമം ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തവരായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള ആപ്പുകൾ യൂസ്ലെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് യൂസ്ലെസ് എന്നറിയുക. ഈ ആപ്പ് ആരാണ് നിർമ്മിച്ചത്? ഈ ആപ്പിൻ്റെ കണ്ടന്റ് മേക്കർ ആരാണ്? ഒന്നും നമുക്കറിയില്ല. പക്ഷെ അവരോട് പറയാം, പുച്ഛിച്ച് സ്വയം പുച്ഛം വാങ്ങിക്കൂട്ടുന്നു.
ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ ജനങ്ങൾ ഫോക്കസ് ചെയ്യും. ജനങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് അത് തീർപ്പാക്കണം. ഇത് ജനങ്ങളുടെ ആവശ്യം. നമ്മളൊക്കെ വീണു പോകുന്ന പണം OTP എന്ന് പറയുന്ന സന്ദർഭത്തിൽ OTPയിലൂടെ പണം തട്ടിപ്പ് നടത്തുന്ന ഒരു വർഗമാണ്. ഇവരും ഒരു പോർച്ചുഗൽ രാജ്യങ്ങളിൽ പണ്ട് വാസ്കോഡഗാമ കപ്പൽ കുത്തി നാട്ടിലെ സാധനമെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി തട്ടിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു നയമാണ്. ആ നയം ചൂഷണത്തിനിരയാകുന്നത് പാവം കേരളക്കാരാണ്. കേരളത്തിൽ പാവപ്പെട്ടവരുമുണ്ട്, അന്യരാജ്യത്തും പാവപ്പെട്ടവരുണ്ട്. ആ പാവപ്പെട്ടവരുടെ പട്ടിണിയിലാണ് ഇവർ കല്ലെറിയുന്നത്. ഇവരുടെ മോശമായ അപ്ഡേറ്റ്സ്, മോശമായ സിറ്റുവേഷനെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക്കൽ മൊമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്തു കൂട്ടുന്ന അക്രമത്തെ തടയാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ഇത് സർക്കാരും കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. പൊതുജനം കഴുതകളാവരുത് എന്നും ഒരു കാര്യമുണ്ട്. ഇതുപോലത്തുള്ള ഒരു ആപ്പുകളെ വിശ്വസിച്ച് ഇനിയും മുന്നോട്ട് പോകുക. ബൈ.